വടക്കേപ്പാടത്ത് നെല്ല് പാലുറയ്ക്കാൻ തുടങ്ങുമ്പോൾ താന്നിക്കുന്ന് തൊട്ട് പറക്കുളം മേച്ചിൽപ്പുറം വരെ കണ്ണാന്തളി ചെടികൾ തഴച്ചു വളർന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ തല കാട്ടി തുടങ്ങും. ആ പൂക്കളുടെ നിറവും ഗന്ധവും തന്നെയായിരുന്നു പുന്നല്ലരിയുടെ ചോറിനും. പൂക്കളുടെയും ചോറിൻ്റെയും സമൃദ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മാസമായിരുന്നു ഞങ്ങൾക്ക് കർക്കിടകം. ഓണമെത്തുമ്പോൾ സമയം തെറ്റാതെ കണ്ണാന്തളി പൂക്കൾ വിടർന്നിട്ടുണ്ടാകും. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന ഈ പുസ്തകത്തിൽ MT തൻ്റെ ബാല്യത്തിലെ ഓണത്തെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ദാരിദ്ര്യത്തിൻ്റെ നാളുകൾക്കിടയിൽ നല്ല വസ്ത്രത്തിനും ഭക്ഷണത്തിനുമായി ഓണമെത്താൻ കാത്തിരുന്നൊരു കാലഘട്ടത്തെ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. തലമുറകൾ മാറുന്നതിനനുസരിച്ച് ഓണത്തെ ചുറ്റിപ്പറ്റിയുള്ള അനുഭവങ്ങളും മാറുന്നുണ്ട്. MT ബാല്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത് ഗൃഹാതുരതകളിലേക്കുള്ളൊരു തിരിച്ചുപോക്കായി മാറുന്നുണ്ട് വായനക്കാർക്ക്. പണ്ട് വയൽവാരത്തും പുഴവക്കത്തും റോഡരികിലുമെല്ലാമായി പൂതേടി അലഞ്ഞൊരു കുട്ടിക്കാലത്തെ ഓർത്തു പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഗ്രാമവും കുന്നിൻപുറവും മാറി കണ്ണാന്തളി പൂക്കൾ നാമാവശേഷമായപ്പോൾ MT പറഞ്ഞതുപോലെ എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്.